ന്യൂസ് കോഴിക്കോട്. നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും മൂന്നാം പ്രതി നിർമ്മല കുമാരൻ നായർക്കും ശിക്ഷ വിധിക്കും. ശിക്ഷയിൽ ഇളവ് വേണമെന്ന ഗ്രീഷ്മ പരമാവധി ശിക്ഷ നൽകുമെന്ന പ്രതീക്ഷയിൽ ഷാരോണിന്റെ കുടുംബം. ശിക്ഷാവിധി എപ്പോഴാണ് എന്നെല്ലാം അറിയേണ്ടതുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഷാരോൺ വധക്കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കും. എപ്പോഴാണ് ശിക്ഷാവിധി ഉണ്ടാവുക? ഈ വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഷാരോണിന്റെ കുടുംബം ആവർത്തിക്കുന്നത്. പ്രതിയുടെ പ്രായം പരിഗണിച്ച് അതോടൊപ്പം തന്നെ പഠിക്കണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം ഇന്ന് പരിഗണിക്കുമോ എന്നറിയേണ്ടതുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? 2022 ഒക്ടോബർ 14-നാണ് ഷാരോണിന് വിഷം നൽകുകയും തുടർന്ന് 11 ദിവസത്തിന് ശേഷം ഷാരോൺ മരിക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ചയോടുകൂടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്തിമവാദം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. തുടർന്ന് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നൊരു ആവശ്യമാണ് ഷാരോണിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയും അതുപോലെ തന്നെ മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ കൂടിയായ നിർമ്മല കുമാരൻ നായരുമാണ് കുറ്റക്കാരായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗവും നിരവധി വാദങ്ങളാണ് കഴിഞ്ഞ ശനിയാഴ്ച നിരത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പുതിയ ആരോപണങ്ങൾ കൂടി ഗ്രീഷ്മ ഷാരോണിനെതിരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഷാരോണിനോട് ഈ ഒരു ബന്ധം നിർത്താമെന്ന് നിരവധി പ്രാവശ്യം താൻ ആവശ്യപ്പെടുകയും തുടർന്ന് അത്തരത്തിൽ ഒഴിവായി പോകാത്തൊരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് തനിക്ക് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കടക്കേണ്ടി വന്നത്, ഇത്തരത്തിൽ വിഷം നൽകേണ്ടി വന്നത് എന്നതൊരു ആരോപണം കൂടി ഗ്രീഷ്മ കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുൻപൊന്നും ഇത്തരത്തിൽ ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തങ്ങൾ ബന്ധത്തിലായിരുന്നപ്പോൾ എടുത്ത ചില സ്വകാര്യ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടും, പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ഷാരോൺ എന്നതും ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ ഷാരോണിന്റെയും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെയും വാട്സ്ആപ്പ് ചാറ്റുകളും ഫോണിലെ മറ്റും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ ചാറ്റിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള മെസ്സേജോ അല്ലെങ്കിൽ ചിത്രങ്ങളോ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും തനിക്ക് പ്രായം കുറവാണ്, അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ശിക്ഷ ഇളവ് അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് കോടതിയിൽ ഗ്രീഷ്മ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. തനിക്ക് ഇനിയും പഠിക്കണം, രക്ഷകർത്താക്കളുടെ ഒറ്റ മകളാണ് താൻ, ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് ശിക്ഷ ഇളവ് പരമാവധി നൽകണം എന്നുള്ള ആവശ്യം ഗ്രീഷ്മയും പ്രോസിക്യൂഷനും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രതിഭാഗം ഗ്രീഷ്മയ്ക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന് വേണ്ടിയുള്ള വാദമുഖങ്ങൾ നിരത്തുമ്പോൾ ഒരു കാരണവശാലും ഗ്രീഷ്മയ്ക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നൊരാവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഷാരോണിന്റെയും സ്വപ്നങ്ങൾ തകർത്തിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാസമ്പന്നയായ യുവതി അത് ഒരാളെ കൊല്ലാനാണ് ആ വിദ്യയൊക്കെ തന്നെ ഉപയോഗിച്ചത് എന്നതാണ് പ്രോസിക്യൂഷൻ നിരത്തിയ വാദം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകരുത്, മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് കൂട്ടുനിന്ന അമ്മാവനായിട്ട് നിർമ്മലകുമാരനും നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വാദമുഖങ്ങളൊക്കെ തന്നെ കോടതി ശനിയാഴ്ച കേട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 11 മണിക്കാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനായിട്ടുള്ള നിർമ്മലകുമാരൻ നായർക്കും ഷാരോൺ വധക്കേസിൽ ശിക്ഷ വിധിക്കുക. വധശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷാരോണിന്റെ കുടുംബമുള്ളത്. അതേസമയം തന്നെ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടതിൽ ഈ ശിക്ഷാ വിധിയിൽ ചേർക്കാത്തതിൽ ഒരു അതൃപ്തി ഷാരോണിന്റെ കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കും, അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നൊരു കാര്യമാണ് ഷാരോണിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് ഷാരോണിന്റെ കുടുംബം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും 11 മണിക്കാണ് കോടതിയിൽ ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഉണ്ടാവുക.
ഒരു ഗായത്രി, ഇത് ആദ്യത്തെ തവണയല്ല, 2 തവണയാണ് ഈ കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായത്. ഈ രണ്ടാമത്തെ ശ്രമത്തിലാണ് ഈ ഷാരോൺ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഒരു ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ജ്യൂസിൽ ഗുളികകൾ കലർത്തി കൊടുക്കുന്നു. പിന്നീട് ഈ കളനാശിനി ഒഴിച്ച് കൊലപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെ, അതായത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ ഉണ്ടായിട്ടുള്ളത്. അതിൽ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ കുടുംബം ഒന്നാകെ ഉള്ളത്? തീർച്ചയായിട്ടും 2021 ഷാരോൺ ഗ്രീഷ്മയെ കണ്ടുമുട്ടുന്നതും തുടർന്നവർ പ്രണയത്തിലാകുന്നതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതുമൊക്കെ. തുടർന്ന് ഗ്രീഷ്മയ്ക്ക് ഒരു സൈനികന്റെ കല്യാണാലോചന വരികയും കുടുംബം അതിൽ നിർബന്ധിക്കുകയും ഗ്രീഷ്മയ്ക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊരു തീരുമാനം ഗ്രീഷ്മ എടുക്കുന്നത്. അതേ തുടർന്ന് ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ ഈ ഉറക്കഗുളിക നൽകി അപായപ്പെടുത്താൻ ഗ്രീഷ്മ ആദ്യ തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അത് പരാജയപ്പെട്ടു. തുടർന്നാണ് ഇത്തരത്തിൽ കഷായത്തിൽ കളനാശിനി കലർത്തി അത് ജ്യൂസിൽ കലർത്തി വീട്ടിൽ വിളിച്ചു വരുത്തി ഷാരോണിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതിലും കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഇടയിലാണ്, അതായത് താൻ തന്നെ ജ്യൂസിൽ ഈ വിഷം കലർത്തി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഇടയിലാണ് ഷാരോൺ എത്തുന്നത്. ആ സാഹചര്യത്തിലാണ് അത് ഷാരോണിന് നൽകിയേക്കാമെന്നൊരു തീരുമാനമെടുക്കുന്നത്. ഇത്തരത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ശിക്ഷ ഇളവാണ് ഗ്രീഷ്മ ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ നിരത്തുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ അറിവൊക്കെ ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ പ്രായത്തിൽ തന്നെ നടത്തിയ സാഹചര്യത്തിൽ അത് ഇനിയും മറ്റുള്ളവർ മാതൃകയാക്കാതിരിക്കാൻ വേണ്ടി കടുത്ത ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നൊരു ആവശ്യമാണ്. എന്തായാലും വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നൊരു ആവശ്യം അത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഷാരോണിന്റെ കുടുംബവും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നെന്തായാലും അത്തരത്തിലുള്ള ശിക്ഷ അത് ഷാരോണിന്റെ കുടുംബത്തിനെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശിക്ഷയായിരിക്കുമോ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഈ ഒരു വധക്കേസിൽ കൂട്ടുനിന്നിട്ടുള്ള അമ്മാവനും ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഗ്രീഷ്മയ്ക്കെതിരെ മൂന്ന് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്ന് കൊലപാതകം, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടു പോകൽ, വിഷം നൽകൽ തുടങ്ങിയവയാണ്. അമ്മാവനായിട്ടുള്ള നിർമ്മലകുമാറിനെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിന്മേലാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും 2022 ഒക്ടോബർ 14 ഏകദേശം 2.25 വർഷത്തോളം കാത്തിരുന്ന ഒരു ശിക്ഷാവിധി കൂടിയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കോടതിയിൽ ഷാരോണിന്റെ കുടുംബം എത്തിച്ചേരുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഷാരോണിന്റെ കുടുംബം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്തിമവാദം മാത്രമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നത്തേക്കത് മാറ്റി വെക്കുകയായിരുന്നു. ഇന്നെന്തായാലും കുടുംബം കോടതിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് ലഭിക്കുന്നതിനു വേണ്ടി നിരവധി വാദമുഖങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ഗ്രീഷ്മ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെയും ആത്മഹത്യാ പ്രേരണ നടത്തിയിട്ടുള്ള ഒരു ആളാണ് ഗ്രീഷ്മ. അതുകൂടി കണക്കിലെടുക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രശ്നം അല്ലെങ്കിൽ ഷാരോണിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് വരെയും ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രേരണയോ ആത്മഹത്യാ ശ്രമമോ ഗ്രീഷ്മ നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ അത് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന ആ ഒരു ശിക്ഷാവിധി ഇന്ന് 11 മണിക്ക് ഉണ്ടാകും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഒരു കേസിന്റെ നാൾവഴികളെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെ ഈ ശാസ്ത്രീയമായ തെളിവുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുമാണ് ഈ ഒരു ഷാരോണിന്റെ വധക്കേസ് തെളിയിക്കുന്നതിൽ ഏറെ നിർണായകമായിരിക്കുന്നത് എന്ന് പറയണം. കാരണം ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം വ്രണങ്ങൾ, അതായത് ശരീരത്തിൽ, വായിലും ശരീരത്തിലും ഉണ്ടായിട്ടുള്ള വ്രണങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് ശാസ്ത്രീയമായ തെളിവുകൾ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ പല തവണകളിലായി കുടുംബത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. താൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ പറയുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ വളരെ നിർണായകമായി, കാരണം ഈ ഒരു കൊലപാതകത്തിന് മുൻപ് തന്നെ എങ്ങനെ കൊലപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഗ്രീഷ്മ യൂട്യൂബിൽ അടക്കം സെർച്ച് ചെയ്യുന്നതടക്കം ഡിജിറ്റൽ തെളിവുകളുടെ ഭാഗമായി ലഭിച്ചിരുന്നു. ഇതെല്ലാം വളരെ നിർണായകമായ ഘട്ടമായിരുന്നു ഈ ഒരു കേസ് അന്വേഷണത്തിലല്ലേ?
തീർച്ചയായും ഗ്രീഷ്മ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു ഷാരോണിന്റേത് എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ലഭിച്ച തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഗൂഗിളിൽ ഇത്തരത്തിൽ പല തവണ ഈ കളനാശിനിയെ കുറിച്ച് അടക്കം ഈ സെർച്ച് ചെയ്തിരുന്നു ഗ്രീഷ്മ. അതൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ആ സമയത്ത് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കൂടാതെ തന്നെ ഇത്തരത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷാരോണിനെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം ഗ്രീഷ്മ നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ താൻ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയെന്നോ ഗ്രീഷ്മ ജ്യൂസ് നൽകിയെന്നോ അതിൽ തനിക്കൊരു സംശയം ഉണ്ടായെന്നോ ഒന്നും തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാരോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് അവസാന നിമിഷം അച്ഛനോടും ഒരു കൂട്ടുകാരനോടുമാണ് ഈ കാര്യം പറയുന്നത്. അതിനുശേഷമാണ് ഗ്രീഷ്മയിലേക്കൊരു സംശയം പോലീസിന് പോകുന്നതും ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതുമൊക്കെ. ചോദ്യം ചെയ്യുന്നതിൽ കുറ്റം ഗ്രീഷ്മ സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഈ അപ്പോഴൊന്നും പറയാത്ത ചില കാര്യങ്ങളാണ് ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന തരത്തിൽ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ചാറ്റുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഒന്നും തന്നെ അവരുടെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഈ സൈനികന്റെ ആലോചന വന്നതിന് ശേഷം ഗ്രീഷ്മ സൈനികനായിട്ടുള്ള യുവാവിനോടും അതുപോലെ തന്നെ ഈ ഷാരോണിനോടും ഒരേപോലെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരേ രീതിയിൽ സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു. അത് ഇരുവരുടെയും ഗ്രീഷ്മയുടെ വാട്സപ്പിൽ നിന്ന് അത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നതും അത് തന്നെയാണ്. അത്തരത്തിൽ ഇവരിൽ ഷാരോണിനോടോ അല്ലെങ്കിൽ സൈനികനോടോ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നെങ്കിൽ ഇരുവർക്കും ഒരേ രീതിയിൽ എത്തരത്തിലാണ് മെസ്സേജ് അയക്കാൻ ഒരു പെൺകുട്ടിക്ക് കഴിയുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷാരോൺ ഇത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അവസാന നിമിഷം വരെ ഗ്രീഷ്മ തന്നെ ചതിക്കുമെന്ന ഒരു കാര്യം ഷാരോൺ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഷാരോൺ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തെ അതിവൈകാരികമാക്കി മാറ്റുന്നതും ആ ഒരു ഘടകം കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഷാരോണിന്റെ കുടുംബം ഉന്നയിക്കുന്നത് തന്റെ മകനെ കൊലപ്പെടുത്തിയതിൽ, തന്റെ മകന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതിൽ അതിൽ ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നുള്ളതാണ്. പ്രായത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ പഠിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉള്ളതോ കണക്കിലെടുക്കാതെയുള്ള ശിക്ഷ അത് ഗ്രീഷ്മയ്ക്ക് നൽകണം. അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഈ കാര്യത്തിനൊക്കെ തന്നെ കൂട്ടുനിന്ന അമ്മയും കുറ്റക്കാരിയാണ് എന്നൊരു ആവശ്യം ഷാരോണിന്റെ അമ്മ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവം കാരണമാണ് അമ്മയെ ഇപ്പോൾ കുറ്റക്കാരി അല്ലാതെ ആക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകുമോ കുടുംബം എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. നേരത്തെ തന്നെ അത്തരത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊരു കാര്യം ഷാരോണിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എല്ലാ വാദപ്രതിവാദങ്ങളും കഴിഞ്ഞു. കോടതി അവസാന വാദവും കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പ്രതിഭാഗത്തിനും അതുപോലെ തന്നെ വാദിഭാഗത്തിനും എന്താണ് പറയാനുള്ളത് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിരവധി വാദപ്രതിവാദങ്ങൾ അത് ഗ്രീഷ്മയുടെ അഭിഭാഷകരും അതുപോലെ തന്നെ വാദിഭാഗവും നിരത്തിയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തന്നെ ക്രോഡീകരിച്ച് ഇന്നിപ്പോൾ എന്ത് ശിക്ഷ അത് ഗ്രീഷ്മയ്ക്കും അമ്മാവനായിട്ടുള്ള നിർമ്മലകുമാരനും ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 11 മണിക്ക് ശിക്ഷാവിധി ഉണ്ടാവും. ആ ശിക്ഷാവിധി വന്നു കഴിയുമ്പോഴും അതിൽ ഷാരോണിന്റെ കുടുംബം പൂർണ്ണ തൃപ്തരാകുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും 2.25 വർഷത്തിന് ശേഷം ഷാരോൺ വധക്കേസിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നു. അതിൽ 3 പ്രതികൾ ഉണ്ടായിരുന്നവരിൽ ഗ്രീഷ്മയുടെ അമ്മയായ സിന്ധുവിനെ കുറ്റക്കാരിയല്ല എന്ന് കോടതി കണ്ടെത്തി. അതിനുശേഷം 1-ാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്കും 3-ാം പ്രതിയായിട്ടുള്ള അമ്മാവനുമാണ് ഇന്നിപ്പോൾ ശിക്ഷ വിധിക്കുന്നത്. അത് എന്താണെന്നാണ് ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഷാരോൺ വധക്കേസിലെ വിധിക്കായി കാത്തിരിക്കുകയാണ് കേരളം ഒന്നടക്കം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.
രാഷ്ട്രീയകാര്യ സമിതിയിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. സ്വന്തമായി തീരുമാനമെടുക്കാൻ വി.ഡി. സതീശൻ ആരെന്ന ചോദ്യം ഇന്നലെ യോഗത്തിൽ ഉയർന്നിരുന്നു. തമ്മിലടി തുടർന്നാൽ ചുമതല ഒഴിയുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കി. ഇങ്ങനെ തുടർന്നാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന നേതാക്കളുടെ മുന്നറിയിപ്പ് കൂടി പശ്ചാത്തലത്തിൽ ഐക്യം വ്യക്തമാക്കാൻ ഇന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷ